ഹലോ, ഈ സെഷനിലേക്ക് സ്വാഗതം. ഒരു മേഖലയിൽ പരിചയസമ്പത്തും ഭാവി രൂപപ്പെടുത്തുന്നതിലും ഇൻസ്ട്രക്ടർമാർ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. അവർ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നവർ മാത്രമല്ല, കേവലം പ്രചോദനത്തിൻ്റെ ശില്പികളും പ്രചോദനത്തിൻ്റെ മാർഗനിർദ്ദേശം നൽകുന്നവരും വളർച്ചയുടെ കാവൽക്കാരുമാണ്. ഈ സെഷനിൽ പഠിതാക്കളെ അവരുടെ പൂർണ്ണമായ കഴിവിൽ എത്താൻ പ്രാപ്തരാക്കുന്നതിന് ഒരു ഇൻസ്ട്രക്ടറെ നല്ലതിൽ നിന്ന് അസാധാരണമായി ഉയർത്തുന്ന ആവശ്യഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് കാണാം. ലക്ഷ്യങ്ങൾ. ഈ സെഷൻ അവസാനിക്കുമ്പോഴേക്കും നിങ്ങൾക്ക് ഒരു ഇൻസ്ട്രക്ടർ ആവാൻ വേണ്ട വ്യവസ്ഥകൾ എന്തൊക്കെയെന്ന് പ്രസ്താവിക്കാനാവും. ഒരു ഇൻസ്ട്രക്ടർ ആവാൻ വേണ്ട യോഗ്യതകൾ എന്തൊക്കെയെന്ന് വിശദീകരിക്കാനാകും. ഒരു നല്ല ഇൻസ്ട്രക്ടർക്കുണ്ടായിരിക്കേണ്ട പ്രത്യേകതകളുടെ പട്ടിക തയ്യാറാക്കാനാകും. ഒരു ഇൻസ്ട്രക്ടർ ആവാൻ വേണ്ട വ്യവസ്ഥകൾ. ഹരിയും കവിതയും ഒരേ കോളേജിൽ പഠിച്ച സുഹൃത്തുക്കളാണ്. കവിത, ഞാനൊരു ഇൻസ്ട്രക്ടർ ആവുന്നതിനെക്കുറിച്ച് ആലോചിക്കുകയായിരുന്നു. അതിന് വേണ്ട തയ്യാറെടുപ്പുകൾ എന്തെല്ലാമാണ്? ഒരു ഇൻസ്ട്രക്ടർ ആകാൻ അടിസ്ഥാനപരമായി 3 പ്രധാന വ്യവസ്ഥകളുണ്ട്. അവ ആശയവിനിമയത്തിനുള്ള കഴിവ്, വിഷയത്തെക്കുറിച്ചുള്ള അറിവ്, കൂടാതെ അനുഭവസമ്പത്ത് എന്നിവയാണവ. ആശയവിനിമയത്തിനുള്ള കഴിവുകൾ. ഒരു ഇൻസ്ട്രക്ടർക്ക് നല്ല ആശയവിനിമയത്തിനുള്ള കഴിവുകൾ ഉണ്ടായിരിക്കണം. അതിനർത്ഥം കാര്യങ്ങൾ വ്യക്തമായി പറയാനുള്ള കഴിവ് മാത്രമല്ല, നല്ല രീതിയിൽ ഇടപഴകിയും പ്രചോദനം നൽകിയും പഠിതാക്കളുമായി നല്ല ബന്ധം സ്ഥാപിക്കുക എന്നതുകൂടിയാണ്. വിജയകരമായ അധ്യാപനത്തിൻ്റെ അടിസ്ഥാനം തന്നെ ഫലപ്രദമായ ആശയവിനിമയമാണ്. വിഷയത്തെക്കുറിച്ചുള്ള അറിവ്. ഇൻസ്ട്രക്ടർമാർക്ക് അവരുടെ ഫീൽഡിൽ വൈദഗ്ധ്യമുണ്ടായിരിക്കണം. പഠിപ്പിക്കുന്ന വിഷയത്തെക്കുറിച്ച് അവർക്ക് സമഗ്രമായ അറിവുണ്ടായിരിക്കണം. ഈ വൈദഗ്ധ്യം കൃത്യതയോടെയും സ്വാധീനമുണ്ടാക്കുന്ന വിധത്തിലും അറിവുകൾ കൈമാറൽ സാധ്യമാക്കുന്നു. അനുഭവസമ്പത്ത്. വിഷയത്തെക്കുറിച്ചുള്ള പ്രായോഗിക അനുഭവസമ്പത്ത് വിലമതിക്കാനാകാത്തതാണ്. തൻ്റെ പ്രവർത്തനമണ്ഡലത്തിൽ നേരിട്ട് അനുഭവജ്ഞാനമുള്ള ഇൻസ്ട്രക്ടർക്ക് ഉൾക്കാഴ്ചയോടെ യഥാർത്ഥ സാഹചര്യങ്ങളിലെ ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാട്ടി പഠനാനുഭവം മികച്ചതാക്കാൻ സാധിക്കുന്നു. ഒരു ഇൻസ്ട്രക്ടർക്ക് ആവശ്യമായ യോഗ്യതകൾ. ഒരു ഇൻസ്ട്രക്ടറുടെ റോൾ ഏറ്റെടുക്കുന്നതിന് ചില മുൻ യോഗ്യതകൾ ആവശ്യമുണ്ട്. ഈ യോഗ്യതകളെ മുഖ്യമായും 2 വിഭാഗങ്ങളായി തരംതിരിച്ചിരിക്കുന്നു: അത്യാവശ്യ യോഗ്യതയും അഭിലഷണീയമായ യോഗ്യതയും. അത്യാവശ്യ യോഗ്യത. ഒരു സ്ഥാനത്തേക്ക് നിർബന്ധിതമായി ഉണ്ടായിരിക്കേണ്ട യോഗ്യതകളാണ് ഇവ. ഉദാഹരണത്തിന് CTS, CITS അല്ലെങ്കിൽ പ്രസക്തമായ മേഖലയിൽ ഡിപ്ലോമയോ ഡിഗ്രിയോ. ഇവയിൽ അക്കാദമിക് ഡിഗ്രി, സർട്ടിഫിക്കേഷനുകൾ അല്ലെങ്കിൽ പ്രസക്തമായ വിഷയത്തിലോ അധ്യാപന മേഖലയിലോ ഉള്ള ലൈസൻസ് എന്നിവ ഉൾപ്പെടുന്നു. അഭിലഷണീയമായ യോഗ്യത. നിർബന്ധമില്ല എങ്കിലും അഭിലഷണീയമായ യോഗ്യതയുള്ളത് ഇൻസ്ട്രക്ടറുടെ സ്ഥാനത്തേക്കുള്ള യോഗ്യത വർദ്ധിപ്പിക്കുന്നു. ഈ യോഗ്യതകളിൽ അഡീഷണൽ സർട്ടിഫിക്കേഷനുകൾ, അധ്യാപന യോഗ്യതകൾ അല്ലെങ്കിൽ ആ മേഖലയിൽ ലഭിച്ച പ്രത്യേക പരിശീലനം എന്നിവ അധ്യാപന പ്രക്രിയയെ കൂടുതൽ മികവുറ്റതാക്കുന്നു. ഇൻസ്ട്രക്ടറുടെ യോഗ്യതകൾ. പഠനാന്തരീക്ഷം സൃഷ്ടിക്കുന്നതിൽ ഇൻസ്ട്രക്ടർക്ക് ബഹുമുഖമായ ഭാഗധേയമാണ് ഉള്ളത്. ഇൻസ്ട്രക്ടർക്ക് വേണ്ട യോഗ്യതകളെ 4 വ്യത്യസ്ത വിഭാഗങ്ങളായി തരംതിരിച്ചിരിക്കുന്നു: ശാരീരിക യോഗ്യത, മാനസിക നിലവാരം, സദാചാരപരമായ യോഗ്യത, കൂടാതെ വ്യക്തിപരമായ യോഗ്യത. ഓരോ യോഗ്യതയും നമുക്ക് വിശദമായി നോക്കാം. ശാരീരിക യോഗ്യത. നല്ല ആരോഗ്യം. ഇൻസ്ട്രക്ടർമാർ നല്ല ആരോഗ്യം കാത്തുസൂക്ഷിക്കണം. കാരണം കണിശമായി കൃത്യതയോടെയും സ്ഥിരതയോടെയും ഉത്സാഹത്തോടെയും പഠിപ്പിക്കാൻ ആരോഗ്യം വളരെ അത്യാവശ്യമാണ്. പതിവായി നടക്കാൻ പോവുക, ജോഗിംഗ്, സൈക്ലിംഗ്, ഫിറ്റ്നസ് ക്ലാസുകളിൽ പങ്കെടുക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഇൻസ്ട്രക്ടർമാർക്ക് ചെയ്യാവുന്നതാണ്. ശരീരത്തിലെ ജലാംശം നിലനിർത്തുന്നതിനായി ദിവസം മുഴുവനും ആവശ്യാനുസരണം വെള്ളം കുടിക്കണം. മാനസിക പിരിമുറുക്കം കുറയ്ക്കാനുള്ള മാർഗങ്ങളായ ധ്യാനം, പ്രാണായാമം, യോഗ എന്നിവ പരിശീലിക്കുക. പതിവായി ആരോഗ്യ പരിശോധനകൾ നടത്തുകയും എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ വെച്ചു താമസിപ്പിക്കാതെ അവ പരിഹരിക്കുകയും ചെയ്യുക. കൂടുതൽ നേരം നിൽക്കുകയോ ഇരിക്കുകയോ വേണ്ടിവരുമ്പോൾ അത് ശരിയായ സമ്പ്രദായത്തിൽ ചെയ്യുക. നല്ല ആരോഗ്യം ശ്രദ്ധേയമായ സാന്നിധ്യം ഉറപ്പാക്കുക മാത്രമല്ല, അറിവ് പകർന്നു കൊടുക്കാനുള്ള ഉന്മേഷവും പ്രദാനം ചെയ്യുന്നു. വസ്ത്രധാരണവും ബാഹ്യരൂപവും. ഒരു പരിശീലകന്റെ വസ്ത്രധാരണം ലളിതവും വൃത്തിയുള്ളതും ആയിരിക്കണം. ശ്രദ്ധ തിരിക്കുന്ന വിധത്തിലുള്ളതും ആകർഷകവുമായ വസ്ത്രങ്ങൾ ഒഴിവാക്കേണ്ടത് പ്രധാനമാണ്. കാരണം ഇത് പഠിതാക്കളുടെ ശ്രദ്ധ അധ്യാപകന്റെ രൂപത്തിലല്ല, മറിച്ച് പഠിപ്പിക്കുന്ന വിഷയത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് ഉറപ്പു നൽകുന്നു. കറുപ്പ്, ചാരനിറം, നേവി ബ്ലൂ അല്ലെങ്കിൽ ബീജ് തുടങ്ങിയ അധികം ശ്രദ്ധയാകർഷിക്കാത്ത നിറങ്ങൾ തിരഞ്ഞെടുക്കുക. മുടി ഉൾപ്പെടെയുള്ളവ വൃത്തിയും വെടിപ്പുമായി സൂക്ഷിച്ച് വ്യക്തിശുചിത്വം പാലിക്കുക. ശബ്ദം, ഭാഷ, സംസാരം.
ഒരു ഇൻസ്ട്രക്ടറുടെ ശബ്ദം വ്യക്തവും എല്ലാ പഠിതാക്കൾക്കും എളുപ്പത്തിൽ കേൾക്കാനും മനസ്സിലാക്കാനും കഴിയുന്നതുമായിരിക്കണം. ഉപയോഗിക്കുന്ന ഭാഷ ലളിതവും വ്യാകരണം തെറ്റാത്തതും എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്നതുമായിരിക്കണം. മാനസിക നിലവാരം. വിഷയത്തെക്കുറിച്ചുള്ള അറിവ്. ഇൻസ്ട്രക്ടർമാർക്ക് അവർ പഠിപ്പിക്കുന്ന വിഷയത്തെക്കുറിച്ച് ആഴത്തിലുള്ള ധാരണ ഉണ്ടായിരിക്കണം. ഈ അറിവ് ഉപരിതലത്തിനപ്പുറത്തേക്ക് വ്യാപിച്ച് സമഗ്രമായ ഉൾക്കാഴ്ചകളും വിശദീകരണങ്ങളും നൽകാൻ അവരെ സഹായിക്കുന്നു. അധ്യാപന തത്വങ്ങളെക്കുറിച്ചുള്ള അറിവ്. ഇൻസ്ട്രക്ടർമാർ അധ്യാപന തത്വങ്ങളെക്കുറിച്ചും സമ്പ്രദായങ്ങളെക്കുറിച്ചും നല്ല അറിവുള്ളവരായിരിക്കണം. പഠിതാക്കളെ എങ്ങനെ ഫലപ്രദമായി പഠനത്തിൽ വ്യാപൃതരാക്കാമെന്നും പഠനത്തിന് അനുകൂലമായ അന്തരീക്ഷം സൃഷ്ടിക്കാമെന്നും വൈവിധ്യമാർന്ന പഠനശൈലികളോട് എങ്ങനെ ഒത്തുപോകാൻ കഴിയുമെന്നും അവർ മനസ്സിലാക്കണം. നിങ്ങളുടെ അധ്യാപന രീതികളെക്കുറിച്ച് വിമർശനാത്മകമായ സമീപനം ശീലിക്കുകയും പതിവായി വിലയിരുത്തുകയും ചെയ്യുക. അനുഭവങ്ങൾ പരസ്പരം പങ്കിടാനും അവയിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊള്ളാനും സഹായിക്കുമെന്നതിനാൽ സഹപ്രവർത്തകരുമായി സഹകരിച്ച് പ്രവർത്തിക്കുക. മനഃശാസ്ത്രപരമായ അറിവ്. പഠനത്തെ സ്വാധീനിക്കുന്ന മനഃശാസ്ത്രപരമായ ഘടകങ്ങളെക്കുറിച്ചുള്ള അറിവ് അത്യന്താപേക്ഷിതമാണ്. പഠിതാക്കളുടെ മാനസിക ആവശ്യങ്ങൾ ഉൾക്കൊള്ളുന്നതിനായി ഇൻസ്ട്രക്ടർമാർക്ക് പഠനത്തിൻ്റെ വൈജ്ഞാനികവും വൈകാരികവുമായ വശങ്ങൾ മനസ്സിലാക്കാൻ കഴിയണം. സദാചാരപരമായ നിലവാരം. നീതിയും നിഷ്പക്ഷതയും. ട്രെയിനികളുമായി ഇടപഴകുമ്പോൾ ഇൻസ്ട്രക്ടർമാർ നീതിയും നിഷ്പക്ഷതയും പാലിക്കണം. പഠിതാക്കളിൽ വിശ്വാസവും സമത്വബുദ്ധിയും വളർത്തുന്നത് അവരെ നിയന്ത്രിക്കുന്നതിനും ക്ലാസുകളിൽ അഭിസംബോധന ചെയ്യുന്നതിനും സഹായിക്കുന്ന അവിഭാജ്യ ഘടകങ്ങളാണ്. ആത്മനിയന്ത്രണവും ഇച്ഛാശക്തിയും. ഇൻസ്ട്രക്ടർമാർ ശക്തമായ ആത്മനിയന്ത്രണവും ഇച്ഛാശക്തിയും പ്രകടിപ്പിക്കേണ്ടതുണ്ട്. ഇത് വെല്ലുവിളി നിറഞ്ഞ സാഹചര്യങ്ങൾ കൈകാര്യം ചെയ്യാനും പരിശീലനാർത്ഥികൾക്ക് ആത്മവിശ്വാസത്തോടെ മാർഗനിർദ്ദേശം നൽകാനും അവരെ പ്രാപ്തരാക്കുന്നു. സഹാനുഭൂതിയും സ്ഥിരോത്സാഹവും. ഇൻസ്ട്രക്ടർമാർ അവരുടെ ഭാഗം സഹാനുഭൂതിയോടെയും ദയാഭാവത്തോടെയും അങ്ങേയറ്റത്തെ ക്ഷമയോടെയും വേണം കൈകാര്യം ചെയ്യേണ്ടത്. ഈ ഗുണങ്ങൾ പിന്തുണയുടെയും ശിക്ഷണത്തിൻ്റെതുമായ പഠനാന്തരീക്ഷം സൃഷ്ടിക്കുന്നു. വ്യക്തിത്വഗുണം. നേതൃഗുണം. ഇൻസ്ട്രക്ടർമാർക്ക് നേതൃഗുണം ഉണ്ടായിരിക്കണം. അവർ തങ്ങളുടെ പരിശീലനാർത്ഥികളെ നിർദ്ദേശങ്ങൾ നൽകി ഫലപ്രദമായി നയിക്കണം. ക്ലാസിന്റെ മേലുള്ള നിയന്ത്രണം. പഠിതാക്കൾക്ക് പഠന വിഷയവുമായി പൂർണ്ണമായും മുഴുകാൻ കഴിയുന്ന അന്തരീക്ഷം സൃഷ്ടിക്കുന്ന വിധത്തിലുള്ള നിയന്ത്രണം ഇൻസ്ട്രക്ടർമാർക്ക് ക്ലാസ്സിനുമേൽ ഉണ്ടായിരിക്കണം. ക്ലാസ്സിൽ പിന്തുടരേണ്ട മര്യാദകൾ. ഇൻസ്ട്രക്ടർമാർ അവരുടെ ട്രെയിനികളോട് മര്യാദയോടെയും സൗമ്യമായും പെരുമാറണം. പരുഷമോ അപമാനകരമോ ആയ പെരുമാറ്റം ഒഴിവാക്കണം. ഇത് ബഹുമാനം നിറഞ്ഞതും ക്രിയാത്മകവുമായ പഠനാന്തരീക്ഷത്തിലേക്ക് നയിക്കുന്നു. നല്ല ശീലങ്ങൾ. ഇൻസ്ട്രക്ടർമാർ സമയനിഷ്ഠ, അച്ചടക്കം, സത്യസന്ധത, ആത്മാർത്ഥത തുടങ്ങിയ നല്ല ശീലങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നവരായിരിക്കണം. ഈ ശീലങ്ങൾ പരിശീലനാർത്ഥികൾക്ക് ഒരു നല്ല മാതൃകയാവുകയും അവരുടെ പഠനജീവിതത്തിൽ ഈ ഗുണങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള ബോധം ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു. ഒരു നല്ല ഇൻസ്ട്രക്ടറുടെ പ്രധാന സവിശേഷതകൾ. ആകർഷകമായ ഒരു കോഴ്സിന് രൂപം നൽകുന്നു. നല്ല ഇൻസ്ട്രക്ടർമാർക്ക് കോഴ്സ് ആകർഷകവും ട്രെയിനികൾക്ക് യോജിക്കുന്ന രീതിയിലും ആക്കിത്തീർക്കാനുള്ള കഴിവുണ്ട്. അറിവും നൈപുണ്യവും പ്രോത്സാഹിപ്പിക്കുന്നു. ഇൻസ്ട്രക്ടർമാർ വെറും വിവരങ്ങൾ കൈമാറുന്നവർ മാത്രമല്ല, അറിവും പ്രായോഗിക നൈപുണ്യവും സമ്പാദിക്കുന്ന സജീവമായ വഴികളെ പ്രോത്സാഹിപ്പിക്കുന്നവർ കൂടിയാണ്. വിഷയത്തെപ്പറ്റി കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ ഈ രീതി സഹായിക്കുന്നു. പ്രോത്സാഹജനകമായ പങ്കാളിത്തം. നല്ല ഇൻസ്ട്രക്ടർമാർ സജീവമായ പഠനാന്തരീക്ഷം വളർത്തുന്നു. പഠിതാക്കളെ പഠനപ്രക്രിയയിൽ സജീവമായി പങ്കെടുക്കാനും ചോദ്യങ്ങൾ ചോദിക്കാനും ചർച്ചകളിൽ ഏർപ്പെടാനും പ്രോത്സാഹിപ്പിക്കുകയും പഠനം സംവേദനാത്മകവും ഊർജിതവുമാക്കി തീർക്കുന്നു. ട്രെയിനികളുടെ താൽപ്പര്യങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നു. സവിശേഷതയുള്ള ഇൻസ്ട്രക്ടർമാർ അവരുടെ ട്രെയിനികളുടെ സ്വപ്നങ്ങൾക്കും താൽപ്പര്യങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുന്നു. പ്രൊഫഷണലായ വേഷം. ഇൻസ്ട്രക്ടർമാർ വൃത്തിയുള്ളതും പ്രൊഫഷണലുമായ വേഷം ധരിക്കുന്നു. പ്രൊഫഷണലിസത്തിന്റെ മാനദണ്ഡത്തിനനുസരിച്ച് സ്വയം നന്നായി തയ്യാറെടുക്കേണ്ടതിന്റെ പ്രാധാന്യത്തെ ഇത് വ്യക്തമാക്കുന്നു. സാമൂഹിക വിധേയത്വം. നല്ല ഇൻസ്ട്രക്ടർമാർ സാമൂഹിക വിധേയത്വമുള്ളവരായിരിക്കും. അവർ ട്രെയിനികളുടെ വിവിധ ആവശ്യങ്ങളോടും പശ്ചാത്തലങ്ങളോടും യോജിച്ചു പോകുന്നു. അവർ ക്ലാസ് റൂമിൽ സ്വീകരണ മനോഭാവവും മര്യാദയുള്ളതുമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്നു. പഠനാനുഭവങ്ങളിലെ വൈവിധ്യം. ഇൻസ്ട്രക്ടർമാർ വ്യത്യസ്ത അധ്യാപന ശൈലികൾ പിന്തുടരുകയും വൈവിധ്യമാർന്ന പഠനാനുഭവങ്ങൾ നൽകുകയും ചെയ്യുന്നു. ധാരണ വർദ്ധിപ്പിക്കുന്നതിനായി അവർ പലവിധ പ്രവർത്തനങ്ങൾ, മൾട്ടിമീഡിയ, പ്രായോഗിക അനുഭവങ്ങൾ എന്നിവ ഉൾക്കൊള്ളിക്കുന്നു. വിഷയവൈദഗ്ധ്യം. ഇൻസ്ട്രക്ടർമാർക്ക് അവർ പഠിപ്പിക്കുന്ന വിഷയത്തെക്കുറിച്ച്
ആഴമേറിയതും സമഗ്രവുമായ അറിവുണ്ടായിരിക്കണം. സമതുലിതവും ഒന്നും പാഴാക്കാത്തതുമായ മനോഭാവം. ഇൻസ്ട്രക്ടർമാർ ഊഷ്മളതയും പ്രൊഫഷണലിസവും സമന്വയിപ്പിക്കുന്ന സമതുലിതമായ സമീപനം നിലനിർത്തുന്നു. ഫലപ്രദമായ പഠനഫലങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന അവർ സമയവും സാമഗ്രികളും പാഴാകാൻ ഇടയാകരുതെന്ന മനോഭാവത്തോടെയാണ് അധ്യാപനത്തെ സമീപിക്കുന്നത്. ഉത്സാഹം. നല്ല ഇൻസ്ട്രക്ടർമാർ തങ്ങൾ പഠിപ്പിക്കുന്ന വിഷയത്തിലും അധ്യാപനത്തിലും അഭിനിവേശമുള്ളവരായിരിക്കും. ഈ മനോഭാവം അവർ തങ്ങളുടെ പരിശീലനാർത്ഥികളിലേക്ക് പകരുകയും പഠനത്തെ ഒരു പ്രചോദനാത്മകമായ യാത്രയായി മാറ്റുകയും ചെയ്യുന്നു. ശരിയാണ്, ഒരു നല്ല ഇൻസ്ട്രക്ടർ താൻ പഠിപ്പിക്കുന്ന വിഷയത്തിൽ തൽപരനായിരിക്കണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിലൂടെ പഠിതാക്കളിൽ ജിജ്ഞാസ വളർത്താൻ സഹായിക്കും. ഇനി നമുക്ക് കുറച്ച് പ്രത്യേകതകൾ കാണാം. ഉദാഹരണങ്ങളുടെയും ചിത്രീകരണങ്ങളുടെയും ഫലപ്രദമായ പ്രയോഗം. സങ്കീർണമായ ആശയങ്ങൾ വ്യക്തമാക്കുന്നതിനും പഠനം കൂടുതൽ പ്രായോഗികതയുള്ളതാക്കുന്നതിനും ഇൻസ്ട്രക്ടർമാർ വിവിധ ചിത്രീകരണങ്ങളും ഉദാഹരണങ്ങളും ഉപയോഗിക്കുന്നു. ഹൃദ്യമായ ശബ്ദം. ഒരു ഇൻസ്ട്രക്ടറുടെ ശബ്ദം വ്യക്തവും മനോഹരവും കേൾക്കാൻ ഇമ്പമുള്ളതുമായിരിക്കണം. ഇത് പാഠത്തിന്റെ ഉള്ളടക്കം എല്ലാ പഠിതാക്കൾക്കും അനായാസേന കേൾക്കാനും മനസ്സിലാക്കാനും കഴിയുമെന്ന് ഉറപ്പാക്കുന്നു. വിഭവങ്ങളുടെ കാര്യക്ഷമമായ ഉപയോഗം. സവിശേഷരായ ചില ഇൻസ്ട്രക്ടർമാർ ടൂളുകളും മെറ്റീരിയലുകളും ഉപകരണങ്ങളും പാഴ്ചെലവില്ലാത്ത വിധത്തിൽ ഉപയോഗിക്കുന്നു. അങ്ങനെ അവർ ട്രെയിനികളെ കഴിവും കാര്യക്ഷമതയുമുള്ളവരാകാൻ പഠിപ്പിക്കുന്നു. അറിവ് പകരലും പ്രയോഗിക്കലും. അറിവും പ്രായോഗിക വൈദഗ്ധ്യവും പകർന്നു നൽകുന്നതിൽ ഇൻസ്ട്രക്ടർമാർ വൈദഗ്ധ്യമുള്ളവരാണ്. കൂടാതെ യഥാർത്ഥ ജീവിത സാഹചര്യങ്ങളിൽ ഈ അറിവ് പ്രയോഗിക്കുന്നത് എങ്ങനെയെന്ന് അവർ ട്രെയിനികളെ പരിശീലിപ്പിക്കുകയും ചെയ്യുന്നു. ധാർമ്മികതയും മാന്യതയും. സവിശേഷരായ ചില ഇൻസ്ട്രക്ടർമാർ അധ്യാപനത്തിന്റെ എല്ലാ വശങ്ങളിലും നീതിബോധവും സമത്വവും സമഗ്രതയും ഉറപ്പാക്കിക്കൊണ്ട് ശക്തമായ ധാർമ്മികവും മാന്യവുമായ കാഴ്ചപ്പാട് നിലനിർത്തുന്നു. ഉത്തരവാദിത്തബോധം. പഠനപ്രക്രിയ, ട്രെയിനികളുടെ ക്ഷേമം, പാഠ്യപദ്ധതിയുടെ സമഗ്രത എന്നിവയുടെ ഉത്തരവാദിത്തം ഇൻസ്ട്രക്ടർമാർ മടികൂടാതെ ഏറ്റെടുക്കുന്നു. സംയോജിതമായ അധ്യാപന സാമഗ്രികൾ. തങ്ങളുടെ അധ്യാപന സാമഗ്രികൾ നന്നായി ചിട്ടപ്പെടുത്തി ഉള്ളടക്കത്തിന്റെ ഘടനാപരവും യുക്തിസഹവുമായ അവതരണം ഇൻസ്ട്രക്ടർമാർ ഉറപ്പാക്കുന്നു. ന്യായപൂർവമായ മൂല്യനിർണ്ണയം. ഇൻസ്ട്രക്ടർമാർ ന്യായവും വസ്തുനിഷ്ഠവുമായ മൂല്യനിർണ്ണയം നടത്തണം. ശരിയായ പരിശീലന രേഖകൾ. നല്ല ഇൻസ്ട്രക്ടർമാർ ട്രെയിനികളുടെ പുരോഗതിയും നേട്ടങ്ങളും അടങ്ങുന്ന കൃത്യമായ പരിശീലന റെക്കോർഡുകൾ സൂക്ഷിക്കുന്നു. സമയനിഷ്ഠ. ഇൻസ്ട്രക്ടർമാർ കൃത്യനിഷ്ഠ പാലിക്കുന്നവരും സമയക്രമീകരണത്തിന്റെയും ഉത്തരവാദിത്തബോധത്തിന്റെയും ഉദാഹരണവും ആയിരിക്കണം. ക്ലാസുകൾ, മീറ്റിംഗുകൾ, മറ്റ് അക്കാദമിക് ഉത്തരവാദിത്തങ്ങൾ എന്നിവയിൽ സമയബന്ധിതമായി ഹാജരാകുന്നതിലൂടെ തന്റെ ഉത്തരവാദിത്തങ്ങളോടുള്ള പ്രതിബദ്ധതയെ അവർ പ്രതിഫലിപ്പിക്കുന്നു. സഹൃദയ വ്യക്തിത്വം. സവിശേഷരായ ചില ഇൻസ്ട്രക്ടർമാർക്ക് മറ്റുള്ളവർക്ക് ആശങ്ക കൂടാതെ സമീപിക്കാവുന്ന തരത്തിലുള്ള സഹൃദയ വ്യക്തിത്വമുണ്ടായിരിക്കും. അവർ തങ്ങളുടെ ട്രെയിനികളുമായി നല്ല ബന്ധം സ്ഥാപിക്കുകയും വിശ്വാസവും തുറന്ന മനോഭാവത്തോടെയുമുള്ള ആശയവിനിമയ സാഹചര്യം വളർത്തുകയും ചെയ്യുന്നു. ഇതോടെ ഈ സെഷൻ അവസാനിച്ചിരിക്കുന്നു. അവസാനിപ്പിക്കുന്നതിന് മുൻപ് പഠിച്ച പോയിന്റുകൾ നോക്കാം. ഒരു ഇൻസ്ട്രക്ടർ ആവാൻ വേണ്ട വ്യവസ്ഥകൾ, ഒരു ഇൻസ്ട്രക്ടർ ആവാൻ വേണ്ട യോഗ്യതകൾ, ഒരു നല്ല ഇൻസ്ട്രക്ടർക്കുണ്ടായിരിക്കേണ്ട പ്രത്യേകതകൾ. വീഡിയോ കണ്ടതിന് നന്ദി. അടുത്ത സെഷനിൽ വീണ്ടും കാണാം.